മുഖ്യമന്ത്രി ജനങ്ങളോടൊപ്പം ഇത്രയും കാലം ജനങ്ങളോടൊപ്പം അല്ലായിരുന്നു. ഭാവിയിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും. ഈ ഗവൺമെൻറ് ഏറ്റവും ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഗവൺമെൻറ്റാണ്. ആൻറ്റി ഇൻകംബൻസി ഏറ്റവും ശക്തമാണ്. അത് മറികടക്കാനുള്ള ചില ചെപ്പടി വിദ്യകളൊക്കെ മുഖ്യമന്ത്രി ചെയ്യുന്നുണ്ട്. ശബരിമല വിഷയം വളരെ ഗൗരവമുള്ളതാണ്. പിന്നെ അയ്യപ്പനോട് കളിച്ചാൽ വിവരം അറിയും. അവിടുന്ന് മുതൽ കട്ടാൽ കക്കുന്നവന് അതിൻ്റെ പരിഹാരം ഉണ്ടാകും, അതിൻ്റെ ശിക്ഷ കിട്ടുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് എല്ലാ രേഖകളും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഒരാരോപണവും രേഖകളുടെ പിൻബലമില്ലാതെ ഞാൻ ഉന്നയിച്ചിട്ടില്ല. വിത്ത് പ്രൂഫ്, വിത്ത് എവിഡൻസ് മാത്രമേ ഞാൻ ഉന്നയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉമ്മൻചാണ്ടി എന്നെ അടുത്തിരുന്ന് ചവിട്ടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കയ്യെ പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്തു 30 മിനിറ്റ് സമ്മതിപ്പിക്കാൻ. ഈ 2000 കാലയളവ്, അത് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവ് ശ്രീ കെ കരുണാകരൻ മാറുന്നൊരു സാഹചര്യം, പ്രത്യേകിച്ചും കേരളത്തിൽ 2004 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അത്രത്തോളം വളരെ താഴെ എത്തുന്നൊരു സാഹചര്യം, ഇതൊക്കെ ഉണ്ടായി. 2005 താങ്കൾ KPCC ഒരു MP ഉണ്ടായിരുന്നു, ഈ അഹമ്മദ്. അതെ, ഞാനും സുധീരനും ജയിക്കുമെന്ന് കരുതുക. ഞാൻ 6,000 വോട്ടിലാണ് മാവേലിക്കൽ തോന്നുന്നത്. ഞാൻ 2 തവണ തോറ്റിട്ടുള്ളൂ. ഒന്ന് മാവേലിക്ക് 6,000 വോട്ട് പാർലമെൻറ്റിൽ, കോട്ടയത്ത് 4,500 വോട്ടിന് സുരേഷ് കുറുപ്പുമായിട്ട് പരാജയപ്പെട്ടു. ഈ 2 പരാജയങ്ങളാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് എനിക്കുണ്ടായിട്ടുള്ളത്. ഞാൻ 11 തെരഞ്ഞെടുപ്പിൽ നിന്നിട്ടുണ്ട്, 9 തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട്. അപ്പം അന്നൊരു സീറ്റ് മാത്രം കിട്ടിയപ്പോഴാണ് ഞാനും സുധീരനും അടക്കം പരാജയപ്പെട്ടപ്പോഴാണ് പിന്നെ പാർട്ടി പ്രതിസന്ധി ഉണ്ടാവുകയും എന്നെ KPCC ലീഡർ പാർട്ടി വിടുന്നു, DIC ഉണ്ടാക്കുന്നു. അന്ന് എന്നെ KPCC പ്രസിഡൻ്റായിട്ട് നിയോഗിക്കുകയാണ് ഉണ്ടായത്. അവൻ പലരും എന്നോട് പറഞ്ഞത് പോകേണ്ട, കാരണം ഇത് കോൺഗ്രസ് ഏതാണ്ട് കേരളത്തിൽ അവസാനിക്കുകയാണ്, പോകേണ്ട ആവശ്യമില്ല, ഡൽഹിയിൽ നിന്നാൽ മതി എന്നൊക്കെ. പക്ഷേ എന്നെ പാർട്ടി ഏൽപ്പിച്ച ഒരു ദൗത്യമായിരുന്നു KPCC പ്രസിഡൻ്റ്. ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തു. ഞാനും ഉമ്മൻചാണ്ടിയും ചേർന്ന നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടായി. ഞങ്ങൾ തമ്മിലുള്ള നല്ല കെമിസ്ട്രി ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, യോജിപ്പുണ്ടാകും. പക്ഷേ എന്നാലും ഞങ്ങൾ രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനായി വർക്ക് ചെയ്തു. ആ പ്രവർത്തനം കേരളത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി. പിന്നെ നടന്ന ഇലക്ഷൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 14 സീറ്റ് കിട്ടി കോൺഗ്രസ്. അന്ന് എന്നോട് സോണിയാഗാന്ധി മത്സരിക്കാൻ പറഞ്ഞാണ്, ഉമ്മൻചാണ്ടി പറഞ്ഞാൽ പത്തനംതിട്ട പുതിയ കോൺസ്റ്റിറ്റ്യുവൻസി. ഞാൻ പറഞ്ഞാനില്ല, ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് കേരള ഹൗസിൽ ചെന്നപ്പം സോണിയാഗാന്ധി എന്നെ വിളിച്ചു, എന്തുകൊണ്ടാണ് മത്സരിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞത് എന്നെ KPCC പ്രസിഡൻ്റായിട്ട് ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നെ അത് ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണ്, ഒരു സീറ്റുള്ള പാർട്ടിയിൽ പരമാവധി സീറ്റ് വാങ്ങാനാണ്. 14 സീറ്റ് എങ്കിലും കഴിയുന്നത്ര കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ. ഞങ്ങൾ മനസ്സിലാക്കിയത് 15 സീറ്റ് ജയിക്കണമെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് നേതൃത്വം കൊടുക്കണം, ഞാൻ തന്നെ മത്സരിച്ചാൽ പിന്നെ ആരായിരിക്കും ഇതിനെ നയിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല. അത് മാഡത്തിനോട് പറഞ്ഞു, മാഡം സമ്മതിച്ചു. പക്ഷെ പിന്നെ മൻമോഹൻ സിംഗ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ മത്സരിക്കേണ്ടതായിരുന്നു, യു ഷുഡ് ഹാവ് ഇൻ മൈ ക്യാബിനറ്റ്. അദ്ദേഹം എന്നോട് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കണം. പക്ഷെ എൻ്റെ മനസ്സിലെന്ന് കണ്ടത് ഞാൻ 4 തവണ പാർലമെൻറ്റ് മെമ്പറായി, ഇപ്പോൾ ഒരു ദൗത്യം കിട്ടിയിരിക്കുന്നു, ആ ദൗത്യം പൂർത്തീകരിക്കുക. അതിന് എൻ്റെ KPCC പ്രസിഡന്റ് എന്നുള്ള 9 വർഷക്കാലത്തെ പ്രവർത്തനം എന്നും എനിക്ക് സംതൃപ്തി നൽകുന്ന ഒരു പ്രവർത്തനമാണ്. എനിക്ക് തോന്നുന്നു 9 വർഷം അത്രയും തുടർച്ചയായിട്ടിരുന്ന KPCC പ്രസിഡന്റുമാരില്ലാന്ന് തോന്നുന്നു. ഇല്ല, തുടർച്ചയായിട്ടില്ല. എന്നൊക്കെ കൂടുതൽ, പക്ഷേ ബ്രേക്കുണ്ട്. അതെ, ഞാൻ തുടർച്ചയായിട്ട് തന്നെയായിരുന്നു. കരുണാകരനെ തിരിച്ചു കൊണ്ടുവരാനും കഴിയും. ലീഡറെ പോലെ വലിയ നേതാവിനെ തിരിച്ച് DIC തിരിച്ചു വരാനൊക്കെ എൻ്റെ കാലഘട്ടം ഞാൻ കൊണ്ടുവന്നൊന്നും പറയുന്നില്ല. അതൊക്കെ അവിവേകമാണ്. അദ്ദേഹം വലിയ നേതാവാണ്, അദ്ദേഹം നമ്മുടെ ഗുരുവാണ്. അദ്ദേഹത്തെ പോലുള്ള നേതാക്കന്മാർ തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് വലിയ ഗുണമാണ്. തന്നെയല്ല, അന്ന് വലിയ ഹാർഡ് വർക്കായിരുന്നു. ഉമ്മൻചാണ്ടി ഞാനും കൂടെ നടത്തിയ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമായി കോൺഗ്രസ് തിരിച്ചു വന്നു. അല്ലെങ്കിൽ ഇന്ന് കോൺഗ്രസ് തമിഴ്നാട്ടിലെ കോൺഗ്രസ് ആയിരുന്നു. തിരിച്ചു വന്നു, കോൺഗ്രസ് ശക്തിപ്പെട്ടു, ഗവൺമെൻറ് വന്നു, ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ ഗവൺമെൻറ് വന്നു, പിന്നെ പ്രതിപക്ഷത്തായി. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അന്നത്തെ ഹാർഡ് വർക്കാണ്. ഈ പ്രതിപക്ഷത്തെ ഒരു പ്രവർത്തനം അത് പലപ്പോഴും കൊറോണ സമയത്തായിരുന്നു. പ്രത്യേകിച്ച് പ്രക്ഷോഭങ്ങളോ ഒന്നും സംഘടിപ്പിക്കാതെ സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, ഈ മത്സ്യബന്ധനത്തിൻ്റെ ആ അഴിമതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എങ്ങനെയാണ് ഇതൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞത്? അതിനൊരു ടീം തന്നെ ഉണ്ടോ? ഞാൻ വിശ്വസിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം സമരങ്ങൾ മാത്രമല്ല. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ചുമതല സർക്കാരിനെ
തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യുന്നതാണ്. ഒരു കറക്റ്റീവ് ഫോഴ്സായി നിൽക്കുക. അതാണല്ലോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ധാരാളം സമരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും എൻ്റെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പിൽ 2004 കഴിഞ്ഞ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്നീട് നല്ല 14 സീറ്റ് കിട്ടി, പിന്നെ 19 സീറ്റ് കിട്ടി. അങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ്. ഏതാണ്ട് ഞാൻ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് 9-10 ഉപതെരഞ്ഞെടുപ്പുകളിൽ നല്ല വിജയം നേടിയിട്ടുണ്ട്. അപ്പം പ്രതിപക്ഷത്തിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ എപ്പോഴും സമരം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളുണ്ട്. അതാണ് സ്പ്രിംഗറിൻ്റെ കാര്യത്തിൽ ആഴക്കടൽ മത്സ്യബന്ധനം, സ്പ്രിംഗർ, അതോടൊപ്പം തന്നെ പമ്പ മണൽക്കടത്ത്, ബബ്കോ, ഇങ്ങനെയുള്ള ബ്രൂവറി ഡിസ്റ്ററി അഴിമതി കേസ്. അപ്പോൾ സർക്കാർ ചെയ്യുന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവരാനും സർക്കാരിനെ കൊണ്ട് അത് തിരിച്ച് ടേൺ അടിപ്പിക്കാനും കഴിഞ്ഞ ഒരു കാലഘട്ടമാണത്. ആ വിവരങ്ങൾ അന്ന് എനിക്ക് കിട്ടുമായിരുന്നു, കളക്ട് ചെയ്യും. ഞാനൊരു വാചകം പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി അങ്ങ് 7 താഴിട്ട് പൂട്ടി അങ്ങയുടെ അലമാരിൽ 7 താഴിട്ട് പൂട്ടിയാലും എൻ്റെ കയ്യിൽ അത് മുഴുവൻ രേഖകൾ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് എല്ലാ രേഖകളും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഒരാരോപണവും രേഖകളുടെ പിൻബലമില്ലാതെ ഞാൻ ഉന്നയിച്ചിട്ടില്ല. വിത്ത് പ്രൂഫ്, വിത്ത് എവിഡൻസ് മാത്രമേ ഞാൻ ഉന്നയിച്ചിട്ടുള്ളൂ. പിന്നെ അതുകൊണ്ട് മാത്രം ഗവൺമെൻറ് വന്നില്ല. കാരണം പിന്നെ കോവിഡിന് ജനങ്ങൾ ഗവൺമെൻറ് നൽകിയ ആനുകൂല്യങ്ങൾ, കിറ്റ്, ഇങ്ങനെ പിന്നെ ജനങ്ങളെ കാണാൻ കഴിയാത്ത അവസ്ഥ, സമരങ്ങൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അന്ന് ഞാൻ യാത്ര നടത്തിയായിരുന്നു. പക്ഷേ എന്നോട് പലരും പറഞ്ഞു യാത്രയൊന്നും ചെയ്യരുത്, കോവിഡ് പിടിച്ച് കുഴപ്പമാകും. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ കടമയാണ്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ കടമയാണ് ഇലക്ഷന് മുമ്പ് യാത്ര നടത്തി. വിജയകരമായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ജനങ്ങളെ സംരക്ഷിക്കുന്നു എന്ന ഫീലിംഗ് ഉണ്ടാക്കി. കോവിഡ് മാനേജ്മെൻറ്റിൽ വലിയ തകരാറുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പ്രതിസന്ധി നേരിടുന്നത്. കഷ്ടപ്പാട്, ദുരിതം, ശമ്പളം കിട്ടാത്ത അവസ്ഥ, പട്ടിണി. ആ സമയത്ത് ഒരുത്തൻ്റെ കയ്യിൽ കിറ്റ് കിട്ടിയപ്പോൾ അവൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തതെന്ന് ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. ഇപ്പോൾ പലരും എന്നോട് സാറേ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, അന്ന് ഈ ഗവൺമെൻറ് വീണ്ടും വന്നത് ഞങ്ങൾക്ക് വലിയ അപകടമായിപ്പോയി എന്ന് പറയുന്ന ആളുകൾ ധാരാളമുണ്ട്. ഈ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ്. ഒന്ന്, നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോൺഗ്രസിനെ പൊതുവേ കേന്ദ്രത്തിൽ അധികാരമില്ല, കേരളത്തിലും അധികാരമില്ല. അപ്പോൾ 2 വട്ടം തുടർച്ചയായിട്ട് ഇടതുപക്ഷം ഇവിടെ അധികാരത്തിൽ വരികയും ചെയ്തു. എന്താണ് ഭാവിയിൽ പ്രതീക്ഷിക്കുന്നത്? ഭാവിയിൽ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും. ഈ ഗവൺമെൻറ് ഏറ്റവും ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഗവൺമെൻറ്റാണ്. ആൻറ്റി ഇൻകംബൻസി ഏറ്റവും ശക്തമാണ്. അത് മറികടക്കാനുള്ള ചില ചെപ്പടി വിദ്യകളൊക്കെ മുഖ്യമന്ത്രി ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ജനങ്ങളോടൊപ്പം, ഇത്രയും കാലം ജനങ്ങളോടൊപ്പം അല്ലായിരുന്നു. ഇപ്പം ജനങ്ങളോടൊപ്പം 6 മാസമുള്ള ഇലക്ഷന്, ഇപ്പം പറഞ്ഞ മുഖ്യമന്ത്രി ജനങ്ങളോടൊപ്പം. അപ്പോൾ ഇത്രയും നാൾ പുള്ളി ആരുടെ കൂടെ ആയിരുന്നു? തന്നെയുമല്ല, ഈ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ അൺപോപ്പുലറായ ഗവൺമെൻറ്റാണ്. 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും എന്ത് നേടി, എന്ത് കേരളത്തിൽ നൽകി? ഇപ്പോഴാണ് ഈ കോൺക്ലേവ് ഒക്കെ നടക്കുന്നത്. കോൺക്ലേവിലൂടെ കിട്ടുന്ന നിർദ്ദേശങ്ങളൊന്നും നടപ്പാക്കാൻ ഇവർക്ക് ഇനി എവിടെ സമയം? ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നവംബർ ഫസ്റ്റ് വീക്ക് പ്രഖ്യാപിക്കും. പിന്നെ അടുത്ത 2-3 മാസം ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ്, കാരണം കോഡ് ഓഫ് കോണ്ടക്റ്റ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പായില്ലേ. അപ്പോൾ ഇപ്പം നടത്തുന്ന കോൺക്ലേവുകളും ചിലവാക്കുന്ന കോടികളൊക്കെ വൃഥാവിലാവും. അപ്പം അങ്ങനെ നടത്തിയിട്ട് കാര്യമില്ല. കാരണം 10 വർഷം കിട്ടിയൊരു, വാസ്തവത്തിൽ പിണറായി വിജയന് 10 വർഷം മുഖ്യമന്ത്രിയായി കിട്ടിയ ഒരു അവസരം ഉപയോഗിച്ച് കേരളത്തിന് ഒത്തിരി കാര്യം ചെയ്യാമായിരുന്നു. ഈ ഗവൺമെൻറ്റിലും അദ്ദേഹത്തിൻ്റെ 10 വർഷത്തിനിടയിൽ ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറയാൻ കഴിയത്തക്ക ഒന്നുമില്ല. തൻ്റെ പാദമുദ്രകൾ കേരള രാഷ്ട്രീയത്തിൽ പതിച്ച് ഇന്നത് ചെയ്തു എന്ന് സന്തോഷപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു മേജർ പ്രോജക്റ്റ് പോലുമില്ല. ദേശീയപാതയാണ് കൂടുതൽ എടുത്തു കാണിക്കുന്നത്. ഈ ദേശീയപാതയ്ക്കൊരു കഥയുണ്ട്. ഈ ദേശീയപാത പണ്ട്, അതുകൊണ്ട് ഞാൻ പറയട്ടെ, അന്ന് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ KPC പ്രസിഡന്റ്, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി, ഞങ്ങൾ 2 പേരും കൂടി ഒരു പരിപാടിക്ക് പോയി. YMCAയിലായിരുന്നു, തിരുവനന്തപുരത്ത്. അതുകൊണ്ട് മർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ക്രിസോസ്റ്റം തിരുമേനി കേട്ട് കാണും, അതെ, ഉണ്ടായിരുന്നു. നല്ല മനോഹരമായി തമാശ പറയുന്നത്. ആ തിരുമേനി അവിടെ വെച്ച് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ 2 പേരും ഇവിടെ ഇടത്ത് മരത്ത് എൻ്റെ അടുക്കി ഇരിക്കുകയല്ലേ, നമ്മുടെ നാട്ടിൽ റോഡുണ്ടോ?
ലോകത്തെവിടെ പോയാലും 8 വരി പാതയും 10 വരി പാതയും എത്ര റോഡുകളാണ് ഉള്ളത്? ഇവിടെ എന്ത് റോഡാണ്? നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ലേ? 30 മീറ്ററിൽ എന്ത് റോഡ് പണിയാനാണ്? ലോകത്തെവിടെയെങ്കിലും അതുണ്ടോ? കുറഞ്ഞ 45 മീറ്ററിലും വേണ്ടേ? നിങ്ങൾ രണ്ടും മുൻകൈ എടുക്കുക എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അവിടെ വെച്ച് തീരുമാനിച്ചു ഞങ്ങൾ രണ്ടും കൂടെ മുൻകൈ എടുക്കുക. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടും കൂടെ ആലോചിച്ചിട്ടാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടൊരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കാൻ. ഉമ്മൻചാണ്ടി 30 മീറ്ററിൻ്റെ ആളാണ്, VM സുധീരൻ 30 മീറ്ററിൻ്റെ ആളാണ്, അച്യുതാനന്ദൻ 30 മീറ്ററിൻ്റെ ആളാണ്, വീരേന്ദ്രകുമാർ 30 മീറ്ററിൻ്റെ ആളാണ്. ഇന്ത്യയിലൊട്ടാകെ 60 മീറ്റർ റോഡ് പണിയുമ്പോൾ കേരളത്തിൽ 30 മീറ്റർ. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ തീരുമാനിച്ച് യോഗം വിളിക്കാൻ പറഞ്ഞു. ഞാൻ UDF യോഗം വിളിച്ചു, അദ്ദേഹം LDF യോഗം വിളിച്ചു. LDF യോഗത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഭയങ്കര 30 മീറ്റർ, കാരണം അദ്ദേഹത്തിന് ഈ ആളുകളെ കുടിയൊഴിപ്പിക്കുന്നതിനൊക്കെ ഒരു മാനസികമായ വിഷമമുണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു. വീരേന്ദ്രകുമാർ പണ്ട് തൊട്ടേ എക്സ്പ്രസ് ഹൈവേക്ക് എതിർത്ത പാർട്ടിയാണ്, അപ്പോൾ അദ്ദേഹം അതിനെതിരാണ്. അപ്പം ഞാൻ പറഞ്ഞു അത് നടക്കില്ല, ഇത്തവണ 45 മീറ്റർ തന്നെ വേണം, ഇല്ല ഭാവിയിലെ തലമുറകൾ നമ്മളെ ശപിക്കും നമ്മൾ ഈ 30 മീറ്റർ എടുത്തതിൻ്റെ പേരിൽ. ഗോവയൊഴിച്ച് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും 30 മീറ്റർ ഇല്ല. ഗോവ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംസ്ഥാനമാണ്, അവിടെ അത് പറ്റും. തന്നെയല്ല അത് അവിടെ സ്ഥലവുമില്ല, കടൽ കഴിഞ്ഞാൽ പിന്നെ സ്ഥലമില്ല, വളരെ ചെറിയ സ്ഥലം. അപ്പം അങ്ങനെ ഞാൻ UDFനെ സമ്മതിപ്പിച്ചു. ഉമ്മൻചാണ്ടി പൂർണ്ണമായി അങ്ങ് സമ്മതിച്ചില്ല, പ്രതിപക്ഷ നേതാവാണ്. പിണറായി വിജയൻ അവിടെ സംസാരിച്ച് അദ്ദേഹവും വന്നു. ഞങ്ങൾ അങ്ങോട്ട് യോഗം തുടങ്ങിയപ്പം ആദ്യം സാധാരണഗതി KPC പ്രസിഡൻറ്റും CPM സെക്രട്ടറി ഒന്നും ഈ ഓൾ പാർട്ടി മീറ്റിങ്ങിന് പോകാറില്ല, വേറെ പ്രതിനിധികളെ ഇവിടെ അറിയുള്ളൂ. ഞങ്ങൾ രണ്ടും പങ്കെടുത്തു. അപ്പം അച്യുതാനന്ദൻ 30 മീറ്റർ എന്ന് പറഞ്ഞു. പിണറായി വിജയൻ തൻ്റെ പ്രസംഗത്തിൽ 60 മീറ്റർ വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിച്ചു, ഞാനും അത് ആവശ്യപ്പെട്ടു. അപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞു ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, അത് വായിക്കാം. ആരുടെയാണ്? VM സുധീരൻ്റെ. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, KPCC പ്രസിഡന്റ് പ്രസംഗിച്ചല്ലോ. പക്ഷേ അത് പുള്ളി കേട്ടില്ല, പുള്ളി ഇത് വായിച്ചു. 60 മീറ്റർ വേണ്ട, 30 മീറ്റർ വേണം. അപ്പോൾ ഉമ്മൻചാണ്ടി എന്നെ അടുത്തിരുന്ന് ചവിട്ടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കയ്യെ പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്ത് 30 മീറ്റർ സമ്മതിപ്പിക്കാൻ. ഞാൻ സമ്മതിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. നാളത്തെ തലമുറ നമ്മളെ ശപിക്കും, അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് 45 മീറ്റർ ആവും. പക്ഷേ ഇന്നിപ്പോൾ ആളുകൾ നമ്മളതിന് നല്ല വില കൊടുത്തല്ലോ. ഇപ്പം കൊച്ചി മെട്രോ വന്നപ്പോൾ ഞാനന്ന് ഗവൺമെൻറ് ഇല്ല, KPC പ്രസിഡൻ്റാണ്. അന്ന് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിയിലെ സ്ഥലം കണ്ണായ സ്ഥലങ്ങൾ എടുക്കുമ്പോൾ അവർക്ക് വലിയ മാർക്കറ്റ് വില കൊടുത്തു. നമ്മൾ നിലവിലുള്ള മാർക്കറ്റ് ആധാരത്തിലുള്ളതല്ല, നിലവിലുള്ള മാർക്കറ്റ് വില കണ്ടെത്തി അത് കൊടുക്കുക ചെയ്ത്. അപ്പോൾ എല്ലാവരും കൊടുത്തു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ സമയത്ത് നല്ല വില കൊടുത്തു. ഇപ്പോൾ എല്ലാവരും എന്താ, പണ്ട് സ്ഥലത്ത് വാങ്ങുന്നതിനെതിരെ സ്ഥലം എടുക്കുന്നതിനെതിരെ സമരം ചെയ്തവർ ഇപ്പം നമ്മുടെയൊക്കെ വരെ എൻ്റെ സ്ഥലം കൂടെ എടുക്കുക എന്ന് പറയും അല്ലേ? അതെ, അങ്ങനെയല്ലേ വന്ന്. സത്യത്തിൽ അന്ന് 45 മീറ്റർ വന്നില്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ഹൈവേ നിർമ്മാണം എവിടെ നിൽക്കുമായിരുന്നു? അപ്പം ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടെ യോജിച്ചാൽ കേരളത്തിൽ വികസനം ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ കൃഷ്ണകൃഷ്ണൻ തിരുമേനിയുടെ അഭിപ്രായത്തെ അംഗീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടല്ലേ അത് വന്നേ. അപ്പോൾ ഇതിൻ്റെ ഹൈവേ കാണുമ്പോൾ ഞാൻ എപ്പോഴും കൃഷ്ണകൃഷ്ണൻ തിരുമേനിയാണ് ഓർക്കുന്നത്. ഈ ശബരിമല വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട് കത്തിക്കൊണ്ടിരിക്കുന്നു, എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? ശബരിമല വിഷയം വളരെ ഗൗരവമുള്ളതാണ്. കാരണം ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. 45 വർഷത്തിലേറെ അയ്യപ്പ ദർശനം നടത്തുന്നത്, 41 ദിവസം വ്രതമെടുത്ത് പോകുന്ന ആളാണ്. എന്നെപ്പോലെ കോടാനുകോടി ആളുകൾ ശബരിമലയിൽ വ്രതമെടുത്ത് പോകുന്നവരുണ്ട്. അവരുടെ എല്ലാം മനസ്സിനെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. ഒരു ഭക്തൻ നൽകുന്ന കാണിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മസംതൃപ്തിയോടെ ഭഗവാന് നൽകുന്ന ഒരു കാണിക്കയാണ് അല്ലേ? ചില ആളുകൾ വീട്ടിൽ ഓരോ ദിവസവും പൈസ ഇട്ടിട്ട് ശബരിമല ദർശനത്തിന് പോകുമ്പോൾ ഇടുന്നവരുണ്ട്, കുടുക്കെ പൈസ ഇട്ട് കൊണ്ടുവരുന്നവരുണ്ട്. ചില ആളുകൾ നാണയം ഇടും, ചില ആളുകൾ സ്വർണ്ണ നാണയം ഇടും, സ്വർണ്ണ നാണയം ഇടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഭഗവാന് സർവ്വം സ്വയം സമർപ്പിച്ച് നൽകുന്ന ഈ സ്വർണ്ണമാണെങ്കിലും മറ്റ് കാണിക്കുകയാണെങ്കിലൊക്കെ അത്ര പവിത്രതയോടെ സൂക്ഷിക്കേണ്ടതല്ലേ? ഇവിടെ വിജയമല്യ സ്വർണം പൊതിഞ്ഞത് എന്തിനാ? ഒരു ഭക്തൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണമാണ് അല്ലേ? ഇന്നത് ദേവസ്വം മാനുവലിൽ തന്നെ പറയുന്നുണ്ട്, ഇത് വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല. അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ അവിടെ തന്നെ പാടുള്ളൂ, ദേവസ്വം മാനുവലിൽ പറയുന്നുണ്ട്. കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അല്ല അത് കൊണ്ടുപോകാമെന്ന് വെച്ചു.
അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു ദേവസ്വം ബെഞ്ചുണ്ട് ഹൈക്കോടതിയുടെ. 1950 കേരള ഗവൺമെൻറ് തിരുവിതാംകൂർ കൊച്ചി സംയോജിപ്പിച്ചുകൊണ്ട് സമയത്തൊരു ഇതുണ്ട്, ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നു. ആദ്യത്തെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും മെമ്പർ ശങ്കറുമായിരുന്നു. നല്ലൊരു ദേവസ്വം ബോർഡ് നിയമമാണ് ഉണ്ടാക്കിയത്. പിന്നെ പരാതികൾ വന്നപ്പോഴാണ് ജസ്റ്റിസ് പരിപൂർണൻ്റെ ബെഞ്ചാണ് വി രാമചന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ അന്നത്തെ ചീഫ് സെക്രട്ടറി ചെയർമാനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. 1951 ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. പിന്നീട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ദേവസ്വം ജില്ലാ ജഡ്ജിയുടെ പദവിയുള്ള ഒരാൾ ദേവസ്വം ഒരു കമ്മീഷണറായി, സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ഗുരുവായൂരിൽ ശബരിമലയിൽ നിയോഗിക്കുന്നത്. ശബരിമലയിൽ എന്ത് ചെയ്താലും ഈ കമ്മീഷണറുടെയോ കോടതിയുടെയോ അനുവാദമില്ലാതെ ചെയ്യാൻ പാടില്ല. എൻ്റെ കാര്യം നമ്മുടെ വിശ്വാസം അനുസരിച്ച് എനിക്കിപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ദൈവം ഡയറ്റി എന്ന് പറയുന്നത് എന്താണ്, ജൂനിയറാണ്. അതെ, മൈനറാണ്. ഓൾ ഡയറ്റീസ് ആർ മൈനർ. അപ്പം മൈനറുടെ സ്വത്തിന് അവകാശം കോടതിക്കുണ്ട്. അപ്പോൾ കോടതിയുടെ അനുവാദമില്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ ഗവൺമെൻറ് 10 വർഷത്തിനിടയിൽ നടന്ന സംഭവങ്ങളാണിതെല്ലാം. കോടതിയുടെ അനുവാദമില്ലാതെ ഇതെങ്ങനെയാണ് ഇവിടെ കൊണ്ടുപോയത്, മദ്രാസിൽ കൊണ്ടുപോയ യഥാർത്ഥത്തിലുള്ള സ്വർണം മാറ്റി ചെമ്പെടുത്ത് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു സംഭവം, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴേ അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് മന്ത്രി വാസു ചെയർമാനുമായിരുന്നു. വാസുവും ബോർഡും തീരുമാനിച്ചു കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഉരുളി, വാർപ്പ്, വിളക്ക് എല്ലാം വിൽക്കാൻ. എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൻറ്റിക്സാണ് ഇതെല്ലാം. ഈ പുരാതനമായ വിളക്കും പുരാതനമായ വാർപ്പും ചെമ്പും ഒക്കെ വിറ്റാൽ കോടിക്കണക്കിന് രൂപ കിട്ടും. ലേലത്തിൽ വിറ്റാലിനേക്കല്ല, ഇതൊക്കെ ആൻറ്റിക്സാണ്. ഒരു കാലഘട്ടത്തിൽ 100, 150, 200, 300 വർഷം പഴക്കമുള്ളത് ലോക വിപണിയിൽ തന്നെ വലിയ മാർക്കറ്റാണ് അല്ലേ, കിട്ടുന്നതാണ്. അപ്പം ഞാൻ അതിനെ ശക്തമായി എതിർത്തത് കൊണ്ടാണ് അന്ന് അവർക്ക് നിർത്തി വെക്കേണ്ടി വന്നത്. ഞാൻ കത്ത് കൊടുത്തു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഞാൻ അസംബ്ലിയിൽ പറഞ്ഞു, ഇതൊന്നും വിൽക്കരുത്, ഇത് ദേവൻ്റെ മുതലാണ്. ദേവൻ്റെ മുതൽ വിൽക്കാനോ ആർക്കെങ്കിലും കൊള്ളയടിക്കാനോ ഉള്ളതല്ല. വാസ്തവത്തിൽ ശബരിമല നടക്കുന്ന കൊള്ളയടിയാണ്. ഈ കൊള്ളയടി നിർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായൊരു കാര്യമാണ്. പിന്നെ അയ്യപ്പനോട് കളിച്ചാൽ വിവരം അറിയും. അവിടുന്ന് മുതൽ കട്ടാൽ കക്കുന്നവന് അതിൻ്റെ പരിഹാരം ഉണ്ടാകും, അതിൻ്റെ ശിക്ഷ കിട്ടുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 10 വർഷത്തിനിടയിൽ ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. അവിശ്വാസികളായ ആളുകൾ അമ്പലം ഭരിച്ചാലുള്ള സ്ഥിതി അല്ലെങ്കിൽ ദേവസ്വം ഭരിച്ചാലുള്ള സ്ഥിതി എന്താണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഇത് ശരിയായ അർത്ഥത്തിൽ കണ്ടുപിടിക്കണം. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ ഇത്രയും വലിയ കൊള്ളയടിക്കാൻ പറ്റുമോ? ഇപ്പം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ മകനാണ് രുദ്രാക്ഷവും യോഗദണ്ഡും അറ്റകുറ്റപ്പണി നടത്തിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഇതൊക്കെ കേട്ടുകേൾവിയില്ലാത്ത കാര്യമല്ലേ, ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ? ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള സ്വർണത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ള ക്ഷേത്രം ഗുരുവായൂരപ്പനാണ് അല്ലേ, ഗുരുവായൂരാണ്. ആ ഗുരുവായൂർ സിസ്റ്റമുണ്ട്. അത് മിക്കവാറും ഈ സ്വർണ്ണ കട്ടികളൊക്കെ കൂടുതലും റിസർവ് ബാങ്കിൻ്റെ കീഴിലാണ്. റിസർവ് ബാങ്കിൻ്റെ കീഴിലാണ്. PNC മേനോൻ എന്ന് പറയാം, ഞാൻ പത്രത്തിൽ വായിച്ചതാണ്, എന്ന വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ സ്വർണം റിസർവ് ബാങ്കിൽ നിന്ന് ആ സ്വർണം കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിച്ചു. അത് റിസർവ് ബാങ്കിൽ തന്നെ സൂക്ഷിക്കുകയാണ്. അതിനെന്താ 1% കൊണ്ട് പലിശ കിട്ടുമെന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞ 5.5 പതിറ്റാണ്ട് മുകളിലായി രാഷ്ട്രീയ ജീവിതം, പാർട്ടി പറയുന്ന എന്ത് ജോലിയും അതേപോലെ തിരിച്ചൊന്നും പറയാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. രമേശ് ചെന്നിത്തലയെ പോലൊരു ദേശീയ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ നിറഞ്ഞു വന്നൊരു നേതാവ് എത്തേണ്ട സ്ഥാനങ്ങളിൽ എത്തിയെന്ന് കരുതുന്നുണ്ടോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ സ്ഥാനം കിട്ടിയെന്നിരിക്കും, കിട്ടിയില്ലെന്നിരിക്കും. നമ്മളെപ്പോലെ തന്നെ എത്രയോ ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ, പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത ഒരാൾ. അപ്പോൾ എന്നെപ്പോലെ ആൾക്ക് കിട്ടിയതൊക്കെ വലിയ കാര്യമല്ലേ അല്ലേ? ഇത്രയും സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നു, ഇത്രയും ആളുകളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു. ഒരു പുരുഷായുസിൽ ഒരു മനുഷ്യന് കിട്ടേണ്ട ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കിട്ടിയില്ലേ? കിട്ടാൻ എനിക്കുണ്ടാവും. പക്ഷെ കിട്ടിയതിനെ പറ്റിയും ഞാൻ സംതൃപ്തനാണ്. എൻ്റെ പാർട്ടി എനിക്ക് നൽകിയ എല്ലാ അംഗീകാരത്തിലും ഞാൻ സംതൃപ്തനാണ്. നാളെ എന്തുണ്ടാകുന്നു എന്നുള്ള എൻ്റെ കയ്യിലുള്ളതല്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അതൊക്കെ ദൈവം തീരുമാനിക്കട്ടെ, എൻ്റെ പാർട്ടി തീരുമാനിക്കട്ടെ.
ഈ ഇടക്കാലത്ത് ലീഡറിൻ്റെ മകൾ പാർട്ടി മാറിയപ്പോൾ ഒരു പരാമർശം ഉണ്ടായി ഒരു യുവ MLA യുടെ ഭാഗത്തു നിന്ന്. അന്ന് അത്തരം മോശമായൊരു പരാമർശം ഉണ്ടായപ്പോൾ പ്രതികരണം ഉണ്ടായില്ല എന്നൊരു പരാതി ഉയർന്നിരുന്നു. ഞാൻ ശക്തമായി പ്രതികരിച്ചു. അന്ന് ലീഡർ അമ്മയെപ്പറ്റി കല്യാണിക്കുട്ടി അമ്മ ഞങ്ങൾക്കൊക്കെ അമ്മ പോലെ തന്നെയാണ്, അമ്മയാണ്. ഞങ്ങൾക്കൊക്കെ അവർ വെച്ച് വിളമ്പി തന്നിട്ടുണ്ട്. എത്രയോ തവണ ഞങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാർ നല്ലൊരു ശതമാനം ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തവരായി ആരുമില്ല. അങ്ങനൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. അന്ന് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ആ പരാമർശത്തെ ഞാൻ ശക്തമായി തന്നെ എതിർത്തയാൾ. ഞാൻ മാത്രമേ എതിർത്തിട്ടുള്ളൂ. അതൊന്നും ശരിയായ നടപടിയല്ല, അതൊക്കെ തെറ്റായ കാര്യം. അങ്ങനെ ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അവർ വലിയൊരു വലിയ മനസ്സുള്ളൊരു സ്ത്രീയായിരുന്നു. നമ്മുടെയൊക്കെ അമ്മയുടെ അല്ലെ അമ്മൂമ്മയുടെ പ്രായമുള്ളതാണ്. അവരെ പറ്റിയൊന്നും അങ്ങനെ പറയാൻ പാടില്ല, അതൊക്കെ തെറ്റാണ്. ഏത് രാഷ്ട്രീയ കാരണത്താലും ഒരിക്കലും പറയാൻ പാടില്ലാത്ത. അവസാനമായി ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എങ്ങനെയാണ് ഇനി? കോൺഗ്രസ് ശക്തമായി തന്നെ വളർന്നു വരും. രാഹുൽ ഗാന്ധി അതിന് കരുത്തുള്ള നേതാവാണ്. കഴിഞ്ഞ തവണ 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണല്ലോ നരേന്ദ്രമോദിയും BJPയും മത്സരിച്ചത്. ഭൂരിപക്ഷം പോലും കിട്ടിയില്ല. 2 ഊന്നുവടികളുടെ സഹായത്തോടെയാണ് ഭരിക്കുന്നത്. ബീഹാറിൽ നിന്ന് നിതീഷ് കുമാറും ആന്ധ്രയിൽ നിന്നുള്ള ചന്ദ്രബാബു നായിഡു ഇല്ലായിരുന്നെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാവില്ല. ഞങ്ങൾക്ക് 40 സീറ്റിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ ഇന്ത്യ മുന്നണിക്ക്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് വലിയ ജനപിന്തുണയുള്ള ഗവൺമെൻറ്റൊന്നുമല്ല. എപ്പോൾ വേണമെങ്കിലും തിരഞ്ഞെടുപ്പ് വരാം. അപ്പോൾ ഇന്ത്യയിലൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും. അത് വലിയ താമസം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഭരണഘടനയെയും അട്ടിമറിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പുകളെ തന്നെ ഒരു മോക്കറിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യം കരുത്തുള്ളതാണ്. ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്താനും ഇന്ദിരാഗാന്ധിയെ വീണ്ടും കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള നാടാണിത്. നരേന്ദ്രമോദി 3 തവണ ഭരിക്കുന്നു. അതൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്തതാണ്. അപ്പോൾ അതേ ജനങ്ങൾ തന്നെ തിരിച്ച് വോട്ട് ചെയ്യാനും മടിയില്ലാത്തവരാണ് എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ 29 ഒരു ഗവൺമെൻറ് ഉണ്ടാകും എന്ന പ്രത്യാശയാണ് എനിക്കുള്ളത്.